നാം നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഒരു സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. ആരുടെയും മുന്നിൽ കൈനീട്ടാതെ വളരെ റാഹത്തോടുകൂടെ അന്തസ്സോടുകൂടെ നമ്മൾക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഏതാണ് ആ സൂറത്തെന്ന് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾക്ക് വിശദമായി പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആ മഹത്തായ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ അല്ലാഹു സമാധാനം നൽകട്ടെ. കടങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹജാതിനാ യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ ദ്ഫഅ ബലിയാതിനാ യാ ദാഫിയൽ ബലിയാത്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു സൂറത്തിനെ കുറിച്ചാണ്. ഈ സൂറത്ത് നാം നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചെയ്തു തരുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലാഹു നമ്മൾക്ക് നൽകും. ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ അന്തസ്സോടുകൂടെ അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമെന്നുള്ളതാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾക്കറിയാം നാം ജീവിതത്തിൽ ചെയ്യുന്ന ഇബാദത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ ഓതുക എന്നുള്ളത്. മഹാന്മാര് പറയുന്നു, നീ ഒരു മുസ്ലിം ആണെങ്കിൽ നിന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഖുർആനുമായി ബന്ധപ്പെടണം. അങ്ങനെയായിരുന്നു സഹാബിമാർ, അങ്ങനെയായിരുന്നു ഔലിയാക്കൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അഫ്ളലുൽ ഇബാദത്തി ഖിറാഅത്തുൽ ഖുർആൻ. നാം ചെയ്യുന്ന സുന്നത്തായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തിലാവത്തുൽ ഖുർആനി അഫ്ളലുൽ ദിക്ർ. തിലാവത്തുൽ ഖുർആൻ എന്ന് പറയുന്നത് ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അത്രയും സ്ഥാനമുണ്ട് പരിശുദ്ധ ഖുർആൻ ഓതുക എന്ന് പറയുന്നതിന്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞ ഒരു ഹദീസ് കാണാൻ പ്രിയമുള്ളവരെ, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണേ, ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫിയ. അവസാന നാള് നമ്മൾക്കറിയാം ഭൂമി കിടുകിടാ പറക്കും, ഈ ലോകത്തുള്ളത് എല്ലാം നശിച്ചു പോകും. ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് ഇങ്ങനെയാണ്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വ അഖ്റജത്തിൽ അർളു അസ്കാലഹാ. ഭൂമി കിടുകിടാ പറക്കും. ആ സമയത്ത് ഭൂമിയിലുള്ളത് മുഴുവനും നശിച്ചു പോകും. ആ സമയത്ത് നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല. മക്കള് വരൂല, മാതാപിതാക്കള് വരൂല, അയൽവാസികൾ വരൂല, കൂട്ടുകാര് വരൂല, ആരും വരികയില്ല. ഭാര്യ വരൂല, ഭർത്താവ് വരൂല. പക്ഷേ ആ സമയത്ത് റസൂലുള്ള പറയാണ്, ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ഷഫിയ. നിങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്താൽ ഖുർആൻ നിങ്ങൾക്ക് സഹായത്തിന് വരും, ഖുർആൻ നിങ്ങൾക്ക് ഷഫീആയി വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഖുർആൻ ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പറ്റുകയില്ല. ഖുർആൻ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും ഗുണം നൽകുമെന്നുള്ളതാണ്. ഒന്നാമതായി ഖുർആൻ പാരായണം ചെയ്താൽ അസ്സകീനത്ത്, സമാധാനത്തോടെ ജീവിക്കാൻ. ഒരു വീട്ടിലൊരാൾ ഖുർആൻ പാരായണം ചെയ്താൽ, വീട്ടിലുള്ള ആളുകൾ ഖുർആൻ പാരായണം ചെയ്താൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാകും, ആ വീട്ടിൽ സന്തോഷം ഉണ്ടാകും, ആ വീട്ടിൽ റാഹത്ത് ഉണ്ടാകുമെന്നുള്ളതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വമാ ഇജ്തമാ ഖൗമും ഫീ ബുയൂതിൻ മിൻ ബുയൂതില്ലാഹി യത്ലൂന കിതാബല്ലാഹി വയതദാറസൂന ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയതുഹുർ റഹ്മാ. ആ
ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു, ഖുർആൻ പഠിക്കുകയും ചെയ്താൽ അവിടെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരും, അവിടെ സമാധാനമുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ സമാധാനത്തിനാണ് അല്ലാഹു ഖുർആൻ നമ്മൾക്ക് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി ലഭിക്കും ഖുർആൻ പാരായണം ചെയ്താൽ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതേണ്ട സൂറത്തിനെ കുറിച്ച് പറയട്ടോ. ആദ്യം നമ്മൾ ഖുർആന്റെ മഹത്വം മനസ്സിലാക്കണല്ലോ. ഖുർആൻ പാരായണം ചെയ്താൽ സ്വർഗ്ഗത്തിൽ ഉന്നത പദവിയാണ്. അതുപോലെ തന്നെ ദുനിയാവിലും ഉന്നതമായ പദവി നൽകും. മാത്രമല്ല ദുനിയാവിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഒരു സൂറത്തിനെ കുറിച്ചാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ സൂറത്ത് നമ്മൾ പതിവാക്കേണ്ടത് എല്ലാ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവുമാണ്. അഥവാ ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവും റവാത്തിബ് നിസ്കാരങ്ങളുണ്ട്. ആ റവാത്തിബ് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു 3 പ്രാവശ്യം, അതല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യമാണ് ഈ സൂറത്ത് ഓതേണ്ടത്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളില്ലേ, ഉമ്മമാരെ നിങ്ങൾ ഓതിക്കോളൂ. ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. ളുഹ നിസ്കരിക്കുന്ന ആളുകളില്ലേ, അതിനുശേഷം ഓതിക്കോളൂ നമ്മൾ ഈ പറയാൻ പോകുന്ന സൂറത്ത്. അതുപോലെ തന്നെ വിത്ർ നിസ്കരിക്കുന്ന ആളുകളില്ലേ, ഉമ്മമാരെ നിങ്ങൾ ഓതിക്കോളി സൂറത്ത്, ഈ പറയാൻ പോകുന്ന സൂറത്ത്. ഇത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി മഹത്വങ്ങൾ നൽകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സൂറത്തിനെ കുറിച്ച് എന്താ പറഞ്ഞതെന്നറിയോ? മൻ ഖറഅ സൂറത്തുൽ ഹുമസ, നമ്മൾ ഈ പറയാൻ പോകുന്ന സൂറത്ത് സൂറത്തുൽ ഹുമസയാണ്. ആരെങ്കിലും സൂറത്തുൽ ഹുമസ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അഅതാഹുല്ലാഹു തആല 10 ഹസനാത്ത്, അല്ലാഹു 10 നന്മകൾ നൽകും. ഒരൊറ്റ പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ ബി അദദി മൻ ഇസ്തഹ്സഅ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബിമാരെയും പരിഹസിച്ചവരുടെ കണക്കനുസരിച്ച് 10 നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തും. അഥവാ 10,000 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ 1,00,000 പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. അങ്ങനെ 1000 പ്രാവശ്യം ഓതിയാൽ 10,000 നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്ന അതിമഹത്തായ ഒരു സൂറത്തുണ്ടെങ്കിൽ അത് സൂറത്തുൽ ഹുമസയാണ്. ഈ സൂറത്തുൽ ഹുമസയാണ് സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പതിവാക്കേണ്ടത്. പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു നൽകുന്നത് എന്താ? സാമ്പത്തികമായ മുന്നേറ്റമാണ്. എത്രയോ ആളുകൾ സമ്പത്തില്ലെന്ന് പറഞ്ഞ് കടമാണ് ഉസ്താദെ, ഭക്ഷണം വാങ്ങാൻ ക്യാഷില്ലെന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിൽ നിന്നായി, പല രാജ്യങ്ങളിൽ നിന്നായി നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ അകറ്റണേ അല്ലാഹ്, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഓതിക്കോളൂ സൂറത്തുൽ ഹുമസ. സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല ജോലി ലഭിക്കും. എത്രയോ ആളുകൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഉസ്താദേ, മക്കള് ഗൾഫിക്ക് പോയിട്ടുണ്ട്, ജോലി ശരിയായിട്ടില്ല, 6 മാസമായി 2 കൊല്ലമായി, ഇപ്പോഴും അവിടെ വെറുതെ ഇരിക്കുകയാണ്, ജോലിയില്ല ഉസ്താദേ. ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട്. ഭർത്താവിന് ജോലിയില്ല ഉസ്താദേ, നാട്ടിൽ കുറി നകത്തണം, അതുപോലെ തന്നെ കടങ്ങളുണ്ട്, അതുപോലെ തന്നെ മക്കളുടെ കാര്യങ്ങളുണ്ട്, വീടിന്റെ വാടക കൊടുക്കാണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതിനൊന്നും ക്യാഷ് ഇല്ല. ഭർത്താവിന് ജോലിയില്ലെന്ന് പറഞ്ഞ് ഒട്ടനവധി സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഓതിക്കോളൂ എന്റെ പ്രിയമുള്ളവരെ സൂറത്തുൽ ഹുമസ. നിങ്ങൾക്ക് നല്ല ജോലി ലഭിക്കും, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നല്ല ജോലി ലഭിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് നല്ല ജോലി ലഭിക്കുമെന്നുള്ളതാണ്, ഉദ്ദേശിച്ച ജോലി ലഭിക്കുമെന്നുള്ളതാണ്. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ, നമ്മളുടെ കുടുംബങ്ങൾക്കിടയിൽ നല്ല സ്ഥാനം ഉണ്ടാകും. എത്രയോ സഹോദരിമാര് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഉസ്താദേ, ഞങ്ങൾക്ക് കുടുംബങ്ങളിൽ ഒരു സ്ഥാനമില്ല, കുടുംബക്കാര് ഞങ്ങളെ മൈൻഡ് ചെയ്യൂല, അയൽവാസികൾ ഞങ്ങളെ മൈൻഡ് ചെയ്യണില്ല, ഭർത്താവിന്റെ പെരക്കാരന്റെ മൈൻഡ് ചെയ്യില്ല ഉസ്താദേ, ഒരു സ്ഥാനവുമില്ല, ചപ്പ് ചവറുകളായാണ് ഞങ്ങളെ കാണുന്നത്. ഓതിക്കോളൂ എന്റെ പ്രിയമുള്ളവരെ സൂറത്തുൽ ഹുമസ. അത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ, കുടുംബക്കാരുടെ ഇടയിൽ, ഭർത്താവിന്റെ മുന്നിൽ, അതുപോലെ തന്നെ അമ്മായിമ്മ അമ്മോശന്റെ മുന്നിൽ, മരുമക്കളുടെ മുന്നിൽ നല്ല സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ്. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾക്ക് എല്ലാവർക്കും ആ സൂറത്തുൽ ഹുമസ ഒന്ന് ഓതി നോക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഓതൂലേ? എല്ലാവരും ഓതണം. എല്ലാവരും സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം 1 പ്രാവശ്യമെങ്കിലും ഓതാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു ഓതാല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. ഖുർആൻ കയ്യിലുള്ള
വീട്ടിലുള്ള ആളുകൾ ഖുർആൻ എടുത്തുകൊണ്ട് ഓതുക. വുളു ഉണ്ടാകണം കേട്ടോ. ഖുർആൻ പിടിക്കുന്ന സമയത്ത് ആത്മാർത്ഥതയോടുകൂടെ ഓതുക. നമ്മൾക്കൊന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ الذي جمع ماله وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ഇതാണ് സൂറത്തുൽ ഹുമസ. അല്ലാഹു ഓതാല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ സൂറത്തുൽ ഹുമസയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകട്ടെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ സാമ്പത്തികമായ പ്രശ്നം കാരണം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ ഹുമസയുടെ ബർക്കത്ത് കൊണ്ട് സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ, പടച്ചവനെ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ലാ, മക്കളെ നന്നാക്കണേ റഹ്മാനെ, മക്കൾക്ക് സൽസ്വഭാവം നൽകണേ അല്ലാ, മോശമായ സ്വഭാവങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ജീവിതത്തിൽ ഖൈർ നൽകണേ റഹ്മാനെ, ബറക്കത്ത് നൽകണേ അല്ലാ, ഐക്യം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണേ റഹ്മാനെ, ജീവിതത്തില് എല്ലാ മേഖലയുള്ള പ്രയാസങ്ങളും അകറ്റണേ റഹ്മാനെ, മക്കളെ നന്നാക്കി തരണേ റഹ്മാനെ, മക്കളെ നന്നാക്കി തരണേ അല്ലാ, മക്കളെ നന്നാക്കി തരണേ റഹ്മാനെ, ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. സിഹ്ർ കാരണം, കണ്ണേറ് കാരണം ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്. അത്തരം മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെയും അവരെയും കാക്കണേ റഹ്മാനെ, പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ, ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ, ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ, മരണപ്പെട്ടുപോയുടെ ഖബർ വിശാലമാക്കണേ അല്ലാ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാല തൗഫീഖ് നൽകണേ റഹ്മാനെ, മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, ഞങ്ങൾക്കും മരണപ്പെട്ടു പോയവർക്കും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ റഹ്മാനെ, പൂർത്തീകരിച്ച് അനുഗ്രഹിക്കണേ അല്ലാ, അവരെ കാര്യങ്ങൾ എളുപ്പമാക്കണേ അല്ലാ. ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ കുടുംബക്കാര് ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, അയൽവാസികളുണ്ട്, കൂട്ടുകാരുണ്ട്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, വെല്ലുപ്പ വെല്ലുമ്മമാര്, ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ നാഥാ, അനുഗ്രഹിക്കണേ നാഥാ, സ്വീകരിക്കണേ നാഥാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ, ഞങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.